മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ കണ്ണന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം ഒരുക്കി കണ്ണന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. ഈ സമയം അത് കണ്ടുകൊണ്ട് കരുണയാണെങ്കിൽ താഴേക്ക് വരികയാണ്. അവൾക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കരുണ വന്ന് നോക്കി നിൽക്കുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, കരുണ ഇരിക്കെ കഴിക്കാം. ഇല്ല കണ്ണേട്ടാ, ഞാൻ ഉണ്ണിയേട്ടനോടൊപ്പം കഴിച്ചോളാം. എങ്കിൽ പിന്നെ അവനെ വിളിക്കേ. ഇല്ല, ഉണ്ണിയേട്ടൻ എന്തോ തിരക്കിലാണ്, ഞങ്ങൾ പിന്നീട് ഇരുന്നോളാം. ആ, എന്നാലേ ഇങ്ങനെ നോക്കി നിൽക്കാതെ നീ മാറിപ്പോയേ. മോനെ, ഞാനേ ഇവളോട് അടുക്കളയിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞു. കാരണം ഇവളുടെ മുത്തശ്ശി ഇവളുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷം കൊടുത്തു വിട്ടിട്ടുണ്ടാവും, ഭക്ഷണത്തിൽ കലർത്തി നമ്മളെല്ലാം കൊല്ലാനായിട്ട്. അതുകൊണ്ട് ഇവളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. വീട്ടുപണികളൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേ, എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പോയി ചെയ്യടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരുണയെ ആട്ടി വിടുകയാണ്. അങ്ങനെ കരുണ അത് കേട്ടുകൊണ്ട് വളരെ സങ്കടത്തോട് കൂടിയിട്ട് കയറി പോകുന്നുണ്ട്. ദുർഗയാണെങ്കിൽ കണ്ണന് വീണ്ടും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അമ്മേ, ഇന്നുണ്ടാക്കിയ ഭക്ഷണത്തിനൊക്കെ നല്ല രുചിയുണ്ട് കേട്ടോ. ഇത് കേട്ട് ദുർഗയ്ക്കാണെങ്കിൽ സന്തോഷാവുന്നു. ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഭക്ഷണമൊക്കെ മോന്റെ പഴയ അമ്മയുണ്ടല്ലോ, ആ അമ്മ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഭക്ഷണത്തിന്റെ ടേസ്റ്റിലും അറിയുന്നുണ്ടമ്മേ. അങ്ങനെ കണ്ണൻ കഴിക്കുന്നത് ആസ്വദിച്ച് കാണുകയാണ്. അതിനുശേഷം അവരാണെങ്കിൽ ആ പഴയ കാലത്തിലേക്ക് പോകുന്നു. കുഞ്ഞു കണ്ണൻ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ദുർഗയാണെങ്കിൽ അവനുള്ള പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ച് കാത്തിരിക്കുകയാണ്. കണ്ണൻ അമ്മയെന്ന് വിളിച്ച് കയറി വരുന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെന്ന പോലെ ദുർഗയാണെങ്കിൽ അവനെ ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് അമ്മദ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇരുത്തി കണ്ണൻ എല്ലാം കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അമ്മേ, ഇതൊന്നും എനിക്ക് വേണ്ട. മോനെ, മോന്റെ അച്ഛൻ വന്നാലേ മോൻ എന്തൊക്കെ കൊടുത്തെന്ന് ചോദിക്കും. അപ്പൊ പിന്നെ അമ്മ ഒന്നും തന്നില്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മേനെ വഴക്ക് പറയില്ലേ? അമ്മേനെ വഴക്കടിക്കുന്നത് മോന് കാണാൻ ഇഷ്ടമാണോ? അല്ലമ്മേ, ഞാൻ ഇതൊക്കെ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു കണ്ണനാണെങ്കിൽ എല്ലാം കഴിക്കുന്നു. അതൊക്കെ ഓർത്ത് ദുർഗയാണെങ്കിൽ പൊട്ടിക്കരയാണ്. അമ്മേ, എന്തു പറ്റി? ഭക്ഷണത്തിന് മുന്നിലിരുന്നിട്ട് എന്തിനാ കരയുന്നത്? ഇല്ല മോനെ, ഞാൻ ആ പഴയ കാലം ഓർത്തു പോയതാണ്. നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച കാലം. ആ അമ്മയെ ഒരുപാട് തവണ ഞാൻ മിസ് ചെയ്യാറുണ്ട്. തിരിച്ചു കെട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ, എല്ലാം തകിടം മറിഞ്ഞുപോയി. എന്റെയും മഹിയുടെയും കല്യാണം വരെ ഞാൻ വിചാരിച്ചിരുന്നത് അമ്മ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു എന്നാണ്. പക്ഷെ അതിനുശേഷമാണ് മനസ്സിലാക്കിയത് അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല എന്നും. പിന്നെ ഇപ്പോ ഈ പ്രതാപനും വാമദേവനും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും എന്റെ അച്ഛനോടൊപ്പം തന്നെ ഞാനും മരിച്ചിരുന്നുവെങ്കിലെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഈ ഒരു കേസ് കുത്തിപ്പൊക്കില്ലായിരുന്നല്ലോ. മാത്രമല്ല പ്രതാപന്റെ മകൾ കരുണ ഇവിടെ രാജകുമാരിയെ പോലെ അവർ വിചാരിച്ചതുപോലെ വാഴുകയും ചെയ്യും. ഇതൊക്കെ ദുർഗ പറയുകയാണ്, മോനെ, മോന്റെ അച്ഛന്റെ മരണം വരെ എന്റെ രണ്ട് മക്കളെ പോലെ തന്നെയാണ് മോനെ ഞാൻ നോക്കിയിരുന്നത്. എന്റെ വയറ്റിൽ പിറന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആത്മാർത്ഥമായി തന്നെയായിരുന്നു അമ്മ സ്നേഹിച്ചത്. പിന്നെ മോൻ കണക്ക് കൂട്ടിയതുപോലെയൊന്നല്ല. അതിനു മുന്നേ തന്നെ, അതായത് നിന്റെയും മഹാലക്ഷ്മിയുടെയും കല്യാണം കഴിയുന്നതിന് മുമ്പായി തന്നെ ഞാൻ നിന്നിൽ നിന്നും എത്രയോ അകന്നിരുന്നു. കാരണം അച്ഛന്റെ മരണശേഷം ഈ പറയുന്ന വാമദേവനും എന്റെ ഏട്ടത്തി എന്ന് പറയുന്നവളും എന്നെ തലങ്ങും വിലങ്ങും നിന്ന് എന്റെ ചെവി തിന്നുകയായിരുന്നു. അതോടുകൂടിയിട്ട് ഈ അമ്മ മാറിപ്പോയി മോനെ. എന്നൊക്കെയോ അമ്മയ്ക്ക് സ്വത്തിനോടും പണത്തിനോടും മോഹം വന്നു തുടങ്ങി. പിന്നെ അച്ഛന്റെ ഓർമ്മയിൽ കഴിഞ്ഞെന്ന് മാത്രം. മോനെ, ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. അമ്മയോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ സാരല്ലമ്മേ, ഞാൻ അറിയുന്ന പഴയ അമ്മ ഒരിക്കലും സ്വത്തുമോഹിയായിരുന്നില്ല. എന്തായാലും എനിക്ക് അമ്മയെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. മോനെ, ഇനി ആ വാമദേവൻ ഒരിക്കലും മാപ്പ് കിട്ടില്ല. അവൻ ഒരുപാട് അനുഭവിക്കും മോനെ. അതുകൊണ്ട് തന്നെയാണ് ഒരേ ഒരു സന്തതിയായിട്ടുള്ള ആ മേഘനാഥൻ അങ്ങനെ ഒരു അനക്കവുമില്ലാതെ കിടക്കുന്നത്. അതൊക്കെ ആ വാമദേവൻ കാണിച്ചു കൂട്ടിയ പാപത്തിന്റെ ഫലമാണെന്നൊക്കെ പറഞ്ഞ് ദുർഗ വിഷമിക്കുന്നു. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഫോണിൽ ആരോട് സംസാരിക്കുകയാണ്. കരുണ അവന്റെ അരികിലേക്ക് വരുന്നുണ്ട്. ഉണ്ണിയേട്ടാ, അമ്മയുടെ ഇപ്പോഴത്തെ മാറ്റത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 100% അമ്മ ആത്മാർത്ഥമായി തന്നെയാണ് മാറിയിരിക്കുന്നത്. അമ്മ ഇപ്പൊ പഴയ അമ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ അമ്മയ്ക്ക് പെട്ടെന്നൊരു മാറ്റം? അതെന്താണെന്നോ, അച്ഛന്റെ മരണം അത്രത്തോളം അമ്മയെ തളർത്തി കഴിഞ്ഞു. ജീവനായി കണ്ട ആങ്ങളെ തന്നെയാണ് അച്ഛനെ കൊന്നതെന്ന് അറിയുമ്പോൾ ഏതു ഭാര്യയായാലും ഒന്ന് പതറിപ്പോവുമല്ലോ. അത് മാത്രമേ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാനും മേഘേട്ടനും വളർന്നപ്പോ അമ്മയെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. എല്ലാം കൂടി ആയപ്പോ അമ്മ മാറിയെന്നേ ഉള്ളൂ. ഇപ്പോ അമ്മ കണ്ണേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതിനിപ്പോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ചാൻസ്. അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലെന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? അല്ല ഉണ്ണിയേട്ടാ, അച്ഛൻ റിമാൻഡിൽ ഇറങ്ങിയാൽ കേസ് നടക്കും. അപ്പോൾ നഷ്ടപരിഹാരമായിട്ട് ഒരുപാട് തുക ചെലവാക്കേണ്ടി വരും. കണ്ണേട്ടന്റെ ഈ വീൽചെയറിൽ ഇരുത്തമടക്കം ഒരുപാട് നഷ്ടപരിഹാരങ്ങൾ കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെയെങ്കിൽ ഉണ്ണിയേട്ടന്റെ നഷ്ടപരിഹാരം വാങ്ങുമെന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെന്താ, തീർച്ചയായിട്ടും വാങ്ങും. എനിക്കുള്ളത് ദുഷ്ടനായിട്ടുള്ള വാമദേവനും പ്രതാപനും തന്നില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം ഞാൻ അറിയിക്കും. നഷ്ടപ്പെട്ടതേ എനിക്കും എന്റെ അമ്മയ്ക്കും മാത്രമാണ്. അറിയോ, എന്റെ അച്ഛൻ ഇന്ന് ജീവനോടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമ്പനിയുടെ തലപ്പത്തിരിക്കേണ്ടവനായിരുന്നു ഞാൻ. പക്ഷെ അതെല്ലാം ഇല്ലാതാക്കിയത് ആരാണ്? നിന്റെ അച്ഛനും ആ വാമദേവനും ചേർന്ന്. അതുകൊണ്ട് അവർ ഉറപ്പായിട്ടും എനിക്ക് നഷ്ടപരിഹാരം തരണം. എനിക്കും കണ്ണേട്ടനും മഞ്ജുവിനും അമ്മയ്ക്കും എല്ലാവർക്കും. അത് പിന്നെ അത്രയും തുക അച്ഛന്റെ കയ്യിൽ എവിടെന്നാ? അതൊന്നും എനിക്കറിയണ്ട ഉണ്ണിയേട്ടാ. അച്ഛനെ
ഉണ്ണിയേട്ടൻ നഷ്ടപരിഹാരം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിക്കൂടെ? അതൊന്നും നടക്കില്ല. ഉണ്ണിയേട്ടാ, നിങ്ങൾക്ക് എങ്ങനെയാ ഇങ്ങനെ ക്രൂരമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത്? എന്ത് ക്രൂരമായിട്ട് ചിന്തിക്കാനോ? എന്റെ അച്ഛനെയാ കൊന്നിരിക്കുന്നത്, പിന്നെ എനിക്ക് വേണ്ടേ? അല്ല, അച്ഛന്റെ സ്വത്തുക്കളൊക്കെ എന്റേതാണല്ലോ. അപ്പോ അത് നമ്മുടെ സ്വത്തല്ലേന്ന് ചിന്തിക്കുമ്പോ എങ്ങനെ നമ്മുടെ സ്വത്താകും? ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിട്ടുറപ്പില്ലാത്ത ബന്ധാണ് നിന്റെയും എന്റെയും. അങ്ങനെ വരുമ്പോ നീ നാളെ എന്നെ വിട്ടിട്ട് പോയാൽ അത് നിന്റെ മാത്രം സ്വത്താണ്, അല്ലാതെ എന്റേതല്ല. അപ്പോ നമ്മുടെ കുഞ്ഞോ? നമ്മുടെ കുഞ്ഞിനും കൂടി അനുഭവിക്കാനുള്ളതല്ലേ അത്? ആരുടെ കുഞ്ഞ്? നീ എന്നെ വിട്ടു പോയാൽ അത് നിന്റെ മാത്രം കുഞ്ഞാവും. പിന്നെ എങ്ങനെയാ എനിക്കാവുന്നേ? അതുകൊണ്ടേ ഇതില് മറ്റൊരു തർക്കവും വേണ്ട. എനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ അകത്തേക്ക് കയറി പോകുമ്പോൾ കരുണ വീണ്ടും പുറകെ വന്ന് പറയുന്നുണ്ട്, ഉണ്ണിയേട്ടാ ഒന്ന് നിന്നേ. എന്തൊക്കെ പറഞ്ഞാലും കണ്ണേട്ടനുണ്ടല്ലോ, അയാൾ പൊന്നുപോലെയാണ് മഹാലക്ഷ്മിയെ നോക്കുന്നതെന്ന് പറയുമ്പോൾ, ആ പൊന്നുപോലെ നോക്കും, പൊന്നിട്ട് മൂടും. കാരണം അയാളുടെ കയ്യിലെ ഒരുപാട് പണമുണ്ട്. ഞാൻ വെറും അയാളുടെ അടിയാള് മാത്രമാണ്. അത് നിനക്കറിയാലോ. അതറിഞ്ഞ് ജീവിക്കാൻ നോക്ക്. വയറ്റിലൊരു കുഞ്ഞുള്ളതാണ്, അടങ്ങി ഒതുങ്ങി ജീവിക്ക്. അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് തല്ലരന്ന് വാങ്ങാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ കരുണ പറയണം, നിങ്ങളെ ഓർത്ത് എനിക്ക് പുച്ഛം തോന്നുന്നെന്ന് തോന്നിക്കോ. അതിനിപ്പോ എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെ നിനക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിത്താ, ഓരോന്നിനായിട്ട് ഞാൻ ഉത്തരം തരാം. ഇതിപ്പോ ഒരുമിച്ചെല്ലാം കൂടി ചോദിച്ചാൽ എനിക്ക് പറയാനായിട്ട് പറ്റില്ല. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോകാം. എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്റെ കൂടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നിനക്ക് ഇതിന് പണി നോക്കിയിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. കരുണയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് അവളുടെ രക്തം തിളയ്ക്കുന്നുണ്ടെങ്കിലും മറുത്തൊന്നും പറയാനായിട്ട് കഴിയുന്നില്ല. കാരണം അത്തരമൊരു ട്രാപ്പിൽ തന്നെയാണ് കരുണയും പെട്ടിരിക്കുന്നത്. അങ്ങനെ ഭക്ഷണം വാങ്ങി പ്രതാപനും വാമദേവനും നടന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും സമാധാനമില്ലെന്ന് പ്രതാപം പറയുമ്പോൾ, എന്താടാ എന്തു പറ്റി? അല്ല, മോള് തിരിച്ച് കമലേശ്വരത്തിലേക്ക് പോയിരിക്കുകയാണല്ലോ. അവിടെ ഇനിയിപ്പോ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. നൂലുകെട്ട് കഴിഞ്ഞിട്ടേ ആ മഹാലക്ഷ്മിയും കുഞ്ഞും തിരിച്ച് കമലേശ്വരം വീട്ടിലേക്ക് പോവാതിരുന്നാ മതിയായിരുന്നു. പിന്നെ അവരെ ഇങ്ങോട്ട് പോവാനാ? അല്ല, പോയാ പിന്നെ കണ്ണനും മഹാലക്ഷ്മിയും കുഞ്ഞൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്റെ മോൾക്ക് സഹിക്കില്ല. അവള് പിന്നെ ദേഷ്യത്തിൽ ഓരോന്ന് ചെയ്തു പോകും. ഇങ്ങനെയൊക്കെ കാണുമ്പോഴാ അവൾക്ക് ഇളകുന്നതെന്ന് പറയുമ്പോ, നിന്റെ മോളല്ലേ, ഇടയ്ക്ക് വട്ടളകാതിരുന്നാലേ അത്ഭുതമുള്ളൂ. അവൾക്ക് ഇളകും ഉറപ്പാണെന്നൊക്കെ പറയുമ്പോ, നീ മിണ്ടി പോരുത്. അപ്പോഴേക്കും ഇവിടേക്ക് ഒരു പോലീസുകാരൻ വരികയാണ്. എന്താ ഇങ്ങനെ നടന്ന് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്ന, ഒരു ഭാഗത്ത് ഇരുന്ന് കഴിക്കടാ. അങ്ങനെ രണ്ടാളും കൂടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനോട് വാമദേവൻ പറയാണ്, എടാ ഒരു കാര്യത്തിൽ നിന്റെ മോൾക്ക് സന്തോഷിക്കാം. നടന്ന നല്ല ആരോഗ്യമുള്ള ഭർത്താവാണ് അവളുടേത്. പക്ഷേ ഈ പറയുന്ന മഹാലക്ഷ്മിയുടേതോ വീൽ ചെയറിൽ നിരങ്ങുന്ന ഒരാൾ. അപ്പൊ നീ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താ? എടാ വാമ, അവനൊക്കെ എപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പിന്നെ മോഹിനിയുടെ പിറന്നാളിന് വന്നപ്പോഴേ കേക്ക് മുറിക്കുന്ന മഹാലക്ഷ്മിയുടെ കഴുത്ത് മുറിക്കാനായിട്ട് ഞാൻ നോക്കിയതാ. അപ്പൊ ചാടി എഴുന്നേറ്റ് എന്റെ നേർക്കൊരു വരവായിരുന്നു. നല്ല ആരോഗ്യമുള്ള കണ്ണൻ. അവൻ എന്നെ തല്ലി ചതച്ചില്ലെന്ന് തന്നെ ഉള്ളൂ. പിന്നെ ഈ സത്യങ്ങളൊന്നും ഞാൻ മോളോട് പറഞ്ഞിട്ടില്ല. മോളോട് പറഞ്ഞാലേ അവളിനിപ്പോ എന്താ ചെയ്തു കൂട്ടെന്ന് പറയാൻ പറ്റില്ല. ആകെയുള്ള ഒരു സമാധാനം, കണ്ണൻ നടന്നു തുടങ്ങിയ സത്യം ഉണ്ണിയും കരുണയൊന്നും അറിഞ്ഞിട്ടില്ല, അതാണ് എന്ന് പറയുമ്പോൾ, അപ്പൊ പിന്നെ എന്റെ മോന്റെ അപകടത്തിന് മുന്നിലും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും മേഘനാഥൻ കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെയുള്ളപ്പോ അവനെ അടിച്ച് കാലൊടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുകയാണ്. അതിന് അവന് തലയ്ക്കലിട പരിക്ക്. എങ്കിൽ പിന്നെ പാറക്കല്ലെടുത്ത് നിന്റെ മകന്റെ തലയുടെ മുകളിൽ ഇട്ടിട്ടുണ്ടാവും എന്നൊക്കെ വാമദേവനോട് പ്രതാപം പറയുന്നു. തോമസ് വൈദ്യൻ അയാൾ ചില്ലറക്കാരനല്ല. അയാൾ ചികിത്സിച്ചപ്പോഴാണ് മേഘനാഥന് കുറച്ചൊക്കെ തലപൊക്കാനും മറ്റൊക്കെ തുടങ്ങിയത്. അങ്ങനെയുള്ളപ്പോ കണ്ണനെ കാലങ്ങളായിട്ട് ചികിത്സിക്കുന്നതല്ലേ, ഉറപ്പായിട്ടും കണ്ണൻ നടന്നു തുടങ്ങിയിട്ടുണ്ടാവും. നീ പറയുന്നത് സത്യം തന്നെയായിരിക്കും. തോമസ് വൈദ്യൻ, അയാളെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അവനൊക്കെ ശരിക്കും കണ്ണനെയും മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ വേണ്ടി വന്ന അവതാരങ്ങളെ പോലെയാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, തോമസ് വൈദ്യൻ ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്. ഈ കർക്കിടക മാസം വന്നാലേ വിദേശികളാ അവിടെ. അതുകൊണ്ട് അയാളെ നിസ്സാരമായി തള്ളിക്കളയൊന്നും വേണ്ട. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇവിടെ നിന്നും പോയാലേ ആ തോമസ് വൈദ്യന്റെ ആശ്രമത്തിലേക്കൊന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് കർക്കിടക ചികിത്സയൊക്കെ എടുക്കണം. എന്തൊക്കെ പറഞ്ഞാലും അയാള് ചികിത്സയ്ക്കായിട്ട് പോയ ശത്രുതയൊന്നും കാണിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ സംസാരിക്കുകയാണ്. ഈ സമയം വാമദേവൻ പറയാണ്, മേഘനാഥനൊന്ന് നീച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു എന്ന്. നടക്കുന്ന കണ്ണനും മാർക്കോയും ബെസ്റ്റ്. നിന്റെ മോൻ അങ്ങോട്ട് പോയാൽ മതി. ഇനി നിന്റെ മോനെ കുഴിയിലോട്ട് അങ്ങോട്ട് വെച്ചാൽ മതി. ഇതേ നോക്ക്, എങ്ങനെയെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാതെ ഈ കേസ് ഒന്ന് ഒത്തുതീർപ്പാക്കാനാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ അവരെ ദ്രോഹിക്കാൻ നോക്കേണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഈ കേസ് നല്ല രീതിക്ക് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുക എന്നതാണെന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ വാമദേവൻ ഉപദേശിക്കുന്നു. അങ്ങനെ ദുർഗയാണെങ്കിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം സന്തോഷത്തോട് കൂടിയിട്ട് കരുണയാണെങ്കിൽ അവർക്ക് അരികിലേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, അപ്പൊ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല അല്ലേ? എനിക്ക് വേണ്ടിയിട്ടാണല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അതിലൊരു അച്ചപ്പെടുത്ത് വായിലേക്ക് വെക്കാൻ പോകുമ്പോഴേക്കും, ആരാടി പറഞ്ഞു നിനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതെന്ന്? നിന്നെപ്പോലെ തന്നെ
ഒരു കുഞ്ഞിനെ വയസ്സിട്ട് എന്റെ മോള് നടക്കുന്നുണ്ട്. എന്റെ മഞ്ജു, അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നിനക്കൊന്നും എന്റെ കയ്യിൽ നിന്നും ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. എനിക്ക് നിന്നെ വെറുപ്പാണെന്നൊക്കെ പറയുമ്പോ, അമ്മേ, അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നീ എന്റെ ഭർത്താവിന്റെ കൊലയാളിയുടെ മോളാണ് ഉണ്ണി. അവൻ നിന്നെ കൂട്ടിയിട്ട് വന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. എനിക്കിപ്പോ അവനെയും വെറുപ്പാണെന്നൊക്കെ പറയുമ്പോ, അമ്മേ, ഉണ്ണിയേട്ടന്റെ കുഞ്ഞല്ലേ എന്റെ വയറ്റിൽ കിടക്കുന്നത്? ആയിരിക്കും, അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ എന്റെ കൈയും കൊണ്ട് നിനക്കൊരു നല്ല കാര്യവും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയ്ക്കും എനിക്ക് ഇതിന്റെ വെറുപ്പാണ്. അമ്മേ, അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഡി, മഹാലക്ഷ്മിയുടെ ദാസിയായിട്ട് മാറ്റാനായിരുന്നു നീയും നിന്റെ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഈ വീട്ടിൽ നീ ഒരിക്കലും രാജകുമാരിയായിട്ട് വാഴാൻ പോകുന്നില്ല. നീ ഇവിടുത്തെ വേലക്കാരിയായിരിക്കും. നീ കഷ്ടപ്പെടുന്നത് നിന്റെ മുത്തശ്ശിയും അച്ഛനും എല്ലാവരും കാണണം. അതാണ് എനിക്കിനി വേണ്ടത്. അമ്മേ, അമ്മ തന്നെയല്ലേ പറഞ്ഞ് ഇവിടെ വന്ന് രാജകുമാരിയെ പോലെ വാഴിക്കാമെന്ന്? അതെ, അന്ന് എനിക്ക് അറിയില്ലായിരുന്നുവല്ലോ എന്റെ വിശ്വട്ടന്റെ കൊലയാളിയുടെ മോളാണ് നീയെന്ന്. അമ്മേ, അത് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കാര്യമല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ നീയും ആ ഒരു കുടുംബത്തിൽപ്പെട്ടവളല്ലേ? പിന്നെ മഹാലക്ഷ്മിയും മോഹിനിയും ഒക്കെ തന്നെ ആ കുടുംബത്തിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥികളെ പോലെയായിരുന്നു അവർ താമസിച്ചിരുന്നത്. പിന്നെ മഹാലക്ഷ്മിയെ ഏഹ്, കണ്ണന് ഭാര്യയെ കിട്ടിയത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ എന്റെ ആങ്ങളുടെ സ്വഭാവമാണ് ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്നത്, മേഘനാഥന്റെയും. അതുകൊണ്ടാണ് അവനക്ക് നിന്നെ പോലെ ഒരു ദുഷ്ടയായിട്ടുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നത്. ഭാര്യയായിട്ട് കിട്ടിയതെന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇതുപോലെ മാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് കരുണ പറയുന്നു. പ്രതീക്ഷിക്കേണ്ടടി. നിനക്കറിയോ, കണ്ണനെ ഞാൻ സ്വന്തം മോനെ പോലെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. ഇപ്പോ എനിക്ക് അവനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവനിലാണ് നന്മ മുഴുവനും. അവനാണ് ശരി. ഇനി ഞാൻ അവന്റെ കൂടെ നിൽക്കത്തുള്ളൂ. എനിക്കിനി ആകെ 2 മക്കളേ ഉള്ളൂ, കണ്ണനും മഞ്ജുവും. പിന്നെ നീയും ഉണ്ണിയും ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് പുറകിലൊന്നും ഞാൻ വരാൻ പോകുന്നില്ല. കാരണം അത്രയ്ക്കും എനിക്ക് വെറുപ്പാണ്. നിന്നെയൊന്നും ഒരിക്കലും അംഗീകരിക്കാനും പോകുന്നില്ല. ഈ പറയുന്ന വാമദേവൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭീഷണിയാവുമെന്ന് പറഞ്ഞ് കണ്ണന് മരുന്ന് മാറ്റിക്കൊടുക്കാൻ നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന്. അതുകൊണ്ട് നീയൊന്നും ഒരിക്കലും നന്നാവാനും പോകുന്നില്ല. ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിക്കാനും പോകുന്നില്ല. മാറി നിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിനുള്ള പലഹാരങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. ഈ സമയം കരുണയാണെങ്കിൽ ദേഷ്യത്തിൽ അങ്ങനെ വിറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കുന്ന നാളത്തെ കിടിലൻ എപ്പിസോഡ് ഞാൻ